സുഹൃത്തുക്കളെ, ഈ കാലഘട്ടത്തിലും കൂടോത്രമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ജെമിനി, എന്തുകൊണ്ട് ഇക്കാലത്തും മനുഷ്യർ കൂടോത്രം ചെയ്യുന്നു? അതിലെന്തിനാണ് വിശ്വസിക്കുന്നത്? ഒന്ന് പറയാമോ? മനുഷ്യൻ ചന്ദ്രനിൽ കോളനി സ്ഥാപിക്കാൻ ആലോചിക്കുന്ന ഈ കാലഘട്ടത്തിലും കൂടോത്രം പോലുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഹാരിസിനെ പോലെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുമായി നിരന്തരം ഇടപഴകുന്ന ഒരാൾക്ക് ചുറ്റുമുള്ള ഇത്തരം പ്രവണതകൾ ശ്രദ്ധയിൽപ്പെടുന്നത് സ്വാഭാവികം തന്നെ. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇന്നും ഇതിലേക്ക് തിരിയുന്നത് എന്നും ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്നും നമുക്ക് നോക്കാം. എന്തുകൊണ്ട് മനുഷ്യർ ഇതിൽ വിശ്വസിക്കുന്നു? ഒന്ന്, ഭയവും അരക്ഷിതാവസ്ഥയും. ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന തകർച്ചകൾ, രോഗങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിലെ നഷ്ടങ്ങൾ എന്നിവ സംഭവിക്കുമ്പോൾ അതിന് യുക്തിപരമായ കാരണം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യൻ അദൃശ്യമായ ശക്തികളെ പേടിക്കാൻ തുടങ്ങുന്നു. രണ്ട്, അസൂയയും മത്സരബുദ്ധിയും. മറ്റൊരാളുടെ വളർച്ചയിൽ അസൂയ തോന്നുന്നവർ അവരെ തകർക്കാൻ കുറുക്കുവഴികൾ തേടാറുണ്ട്. തങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മന്ത്രവാദത്തിലൂടെ നടക്കുമെന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. മൂന്ന്, മാനസികമായ ആശ്വാസം. കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റാരോ ചെയ്ത കൂടോത്രമാണെന്ന് വിശ്വസിക്കുന്നത് ഒരുതരം ആശ്വാസം നൽകുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു എളുപ്പവഴിയാണിത്. നാല്, ചൂഷണം. ജനങ്ങളുടെ ഭയത്തെ മുതലെടുത്ത് പണം സമ്പാദിക്കുന്ന ഒരു വിഭാഗം ഇന്നും സജീവമാണ്. അവർ നൽകുന്ന തെറ്റായ ഉറപ്പുകളിൽ സാധാരണക്കാർ വീണുപോകുന്നു. ഇതിൽ ഗുണമുണ്ടോ? ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല, ദോഷമല്ലാതെ. യുക്തിപരമായ വശം. ശാസ്ത്രീയമായി നോക്കിയാൽ ഒരാൾ മറ്റൊരിടത്തിരുന്ന് നടത്തുന്ന മന്ത്രവാദം കൊണ്ടോ തകിട് കൊണ്ടോ മറ്റൊരാളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് കൃത്യമായ ഭൗതിക നിയമങ്ങൾ അനുസരിച്ചാണ്. സാമ്പത്തിക നഷ്ടം. കൂടോത്രം മാറ്റാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിന വരുത്താനോ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് പലരും തട്ടിപ്പുകാർക്ക് നൽകുന്നത്. മാനസികാരോഗ്യം. ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് വഴി മനുഷ്യരിൽ അനാവശ്യമായ ഭീതിയും സംശയരോഗവും വർദ്ധിക്കുന്നു. സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നതിന് പകരം ഭാഗ്യത്തിലും മാന്ത്രിക വിദ്യയിലും അവർ അഭയം പ്രാപിക്കുന്നു. സാമൂഹിക പ്രത്യാഘാതം. അയൽവാസികളോടും ബന്ധുക്കളോടും അനാവശ്യമായ പകയും സംശയവും വളരാൻ ഇത് കാരണമാകുന്നു. ചുരുക്കത്തിൽ, അധ്വാനത്തിലൂടെയും കൃത്യമായ പ്ലാനിങ്ങിലൂടെയും മാത്രമേ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ സജീവമായ താങ്കളെ പോലെയുള്ളവർക്ക് ഇത്തരം അന്ധവിശ്വാസങ്ങൾ. യൂറോപ്പിലൊക്കെ ആളുകൾ ഇതേപോലെ ചെയ്യുമോ കൂടോത്രം? യൂറോപ്പിലും ഇത്തരം കാര്യങ്ങൾ നടക്കാറുണ്ട് എന്നതാണ് സത്യം. ശാസ്ത്രീയമായും സാങ്കേതികമായും ഒരുപാട് മുന്നോട്ട് പോയ സ്ഥലമാണെങ്കിലും മനുഷ്യ സഹജമായ ഭയവും വിശ്വാസങ്ങളും അവിടെയും വ്യത്യസ്തമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്ന അതേ രീതിയിലുള്ള കൂടോത്രം ബ്ലാക്ക് മാജിക് ആയിരിക്കില്ല അവിടെ, പക്ഷേ അതിന്റെ മറ്റു രൂപങ്ങൾ അവിടെയും സജീവമാണ്. യൂറോപ്പിലെ രീതികൾ ഇങ്ങനെയാണ്. ഒന്ന്, മോഡേൺ വിച്ച് ക്രാഫ്റ്റ്. മോഡേൺ വിച്ച് ക്രാഫ്റ്റ് വിക്ക. യൂറോപ്പിൽ, പ്രത്യേകിച്ച് UK, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ വിക്ക പോലെയുള്ള വിശ്വാസങ്ങൾ പിന്തുടരുന്നവരുണ്ട്. ഇവർ പ്രകൃതി ശക്തികളെ ആരാധിക്കുകയും ചില പ്രത്യേക മന്ത്രങ്ങളിലോ ചടങ്ങുകളിലോ സ്പെൽസ് വിശ്വസിക്കുകയും ചെയ്യുന്നു. രണ്ട്, ഭാഗ്യചിഹ്നങ്ങൾ, സൂപ്പർസ്റ്റിഷൻസ്. നമ്മൾ തകിട് ധരിക്കുന്നത് പോലെ യൂറോപ്പുകാർ പലപ്പോഴും ഭാഗ്യചിഹ്നങ്ങളിൽ, ലക്കി ചാംസ് വിശ്വസിക്കാറുണ്ട്. ഉദാഹരണത്തിന്, കുതിരലാടം, ഹോഴ്സ് ഷൂ വീടിന് മുന്നിൽ തൂക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിക്കുന്നു. മൂന്ന്, ജ്യോതിഷവും ടാരറ്റ് കാർഡും, അസ്ട്രോളജി ആൻഡ് ടാരോട്ട്. യൂറോപ്പിലെ വലിയൊരു വിഭാഗം ആളുകൾ ടാരറ്റ് കാർഡ് വായനയിലും ജ്യോതിഷത്തിലും വിശ്വസിക്കുന്നു. ഭാവി അറിയാനും തടസ്സങ്ങൾ മാറ്റാനും അവർ ഇത്തരം മാന്ത്രിക വഴികൾ തേടാറുണ്ട്. നാല്, അന്ധവിശ്വാസങ്ങൾ. 13 എന്ന നമ്പർ അശുഭകരമായി കാണുന്നത്, ട്രിസ്കൈഡേക്കഫോബിയ, കറുത്ത പൂച്ച, കുറുകെ ചാടുന്നത്, മോശമായി കരുതുന്നത് തുടങ്ങിയ കാര്യങ്ങൾ യൂറോപ്പിലും ശക്തമാണ്. പല വലിയ ഹോട്ടലുകളിലും 13-ാം നിലയോ 13-ാം നമ്പർ മുറിയോ കാണില്ല. എന്തുകൊണ്ട് അവർ ഇത് ചെയ്യുന്നു? ഹമീദ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ എവിടെ ജീവിച്ചാലും അജ്ഞാതമായ ഒന്നിനോടുള്ള ഭയം ഒന്നു തന്നെയാണ്. മാനസിക സമ്മർദ്ദം. ജീവിതം കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ അദൃശ്യമായ എന്തെങ്കിലും ശക്തി തന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. പാരമ്പര്യം. പണ്ടുകാലം മുതലേ നിലനിന്നിരുന്ന നാടൻ വിശ്വാസങ്ങൾ, ഫോക്ലോർ, അവർ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല. കൗതുകം. പുതിയ തലമുറയിലെ പലരും ഒരു കൗതുകത്തിന് വേണ്ടിയാണ് ഇത്തരം സ്പെൽസ് പരീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ, രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ടാകാം എന്നല്ലാതെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത്തരം യുക്തിരഹിതമായ കാര്യങ്ങളിൽ അഭയം പ്രാപിക്കാറുണ്ട്. യൂറോപ്പിലെ ഇത്തരം വിശ്വാസങ്ങളെ കുറിച്ച് കൂടുതൽ വിശദമായി. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, മനുഷ്യൻ ചന്ദ്രനിൽ പോയാലും മനുഷ്യന് മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ ആരെങ്കിലും കൂടോത്രം വെച്ച് തകർത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയുക.